എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാംഗ്വേജ് ആൻഡ് ലിംഗ്വിസ്റ്റിക്സിലെ മൊഡ്യൂൾ 1 ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചു പോയാൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഈ ക്വസ്റ്റ്യൻസ് മാത്രമല്ല, നമ്മുടെ പ്ലേലിസ്റ്റ് ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് കാണാം. അതൊക്കെ നല്ല പോലെ പഠിച്ചു പോയാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ എക്സാം എഴുതാൻ പറ്റും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ചങ്കു ഫ്രണ്ട്സിനെ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് വെക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ ദ ടേം ലിംഗ്വിസ്റ്റിക്സ്. The word linguistics had been derived from the Latin word lingua, which means tongue, and istics means science or knowledge. അപ്പോൾ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞ വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്ന ലാറ്റിൻ എന്നാണ്. ലിംഗ്വ പറഞ്ഞ ടങ്, ഇസ്റ്റിക്സ് പറഞ്ഞ സയൻസ് ഓർ നോളേജ്. പിന്നെ അടുത്ത പോയിന്റ്, എ സിസ്റ്റമാറ്റിക് സയന്റിഫിക് സ്റ്റഡി ഓഫ് ലാംഗ്വേജ്. അതായത് ഭാഷയെ സിസ്റ്റമാറ്റിക്കലി പഠിക്കുന്ന ഒരു പഠന മേഖലയാണ് ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് കിട്ടിയില്ലേ, ഭാഷയെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുന്ന ഒരു പഠന മേഖലയാണ് ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ പോയിന്റ്, ഇറ്റ് ഈസ് എ ഡിസിപ്ലിൻ വിച്ച് ഡിസ്ക്രൈബ് ദ ലാംഗ്വേജ് ഇൻ ഓൾ ദ ആസ്പെക്ട്സ് ആൻഡ് ഫോർമുലേറ്റിംഗ് തിയറീസ് ആസ് വെൽ ആസ് ഹൗ ഇറ്റ് വർക്ക്. അതായത് ഒരു ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ലാംഗ്വേജിന്റെ തിയറി ഉണ്ടാകുന്നത്, അതെങ്ങനെയാണ് ഭാഷയായിട്ട് വർക്ക് ചെയ്യുന്നത്, ഇതിനെക്കുറിച്ച് പറയുന്നതിനാണ്, ഇതിനെക്കുറിച്ച് പഠിക്കുന്നതിനാണ് ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ലാംഗ്വേജിന്റെ ഒരു തിയറി എങ്ങനെയാണ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. There are 4 levels of linguistics analyzing. അത് ഏതൊക്കെയാണ് 4 ലെവൽ ലിംഗ്വിസ്റ്റിക്സിലെ? ഒന്ന് ഫോണോളജി, മോർഫോളജി, സിൻടാക്സ് ആൻഡ് സിമാൻറ്റിക്സ്. അപ്പോൾ 4 മാർക്കിനാണ് ചോദിക്കുമ്പോൾ ഡിഫൈൻ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ഇത് മൊത്തം എഴുതണം. ഇനി 2 മാർക്കിനാണ് ചോദിക്കണമെങ്കിൽ എങ്ങനെ ക്വസ്റ്റ്യൻ വരിക? ഫോണോളജി എന്താണ്, മോർഫോളജി എന്താണ്, സിൻടാക്സ് എന്താണ്, സെമാൻറ്റിക്സ് എന്താണ്, അങ്ങനെ 2 മാർക്കിന് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ ഒരു ടോപ്പിക്കും കൂടി പഠിക്കണം. വാട്ട് ഈസ് ഫോണോളജി? ഫോണോളജി എന്താണ്? ഫോണോളജി സ്റ്റഡീസ് ദ കോമ്പിനേഷൻ ഓഫ് സൗണ്ട്സ് ഇൻ ടു ഓർഗനൈസ്ഡ് യൂണിറ്റ് ഓഫ് സ്പീച്ച്. ഫോണോളജി എന്താണ്? ഫോണോളജി സ്റ്റഡീസ് ദ കോമ്പിനേഷൻ ഓഫ് സൗണ്ട്, അതായത് ഭാഷയുടെ ശബ്ദത്തെ. ഫോണോളജി സ്റ്റഡീസ് ദ കോമ്പിനേഷൻ ഓഫ് ദ സൗണ്ട്സ് ഇൻ ടു ഓർഗനൈസ്ഡ് യൂണിറ്റ് ഓഫ് സ്പീച്ച്. The formation of the syllable and the larger unit, it describes the sound system of particular language and combination and distribution of the sound which occurs in that language. അതായത് ഒരു ഭാഷയുടെ ശബ്ദത്തെയാണ് നമ്മൾ ഫോണോളജി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്താണ്? മോർഫോളജി. മോർഫോളജി എന്താണ്? മോർഫോളജി എന്ന് പറഞ്ഞാൽ സൗണ്ടിന് എങ്ങനെയാണ് മീനിങ് ആകുന്നത്, സൗണ്ട് എങ്ങനെയാണ് മീനിങ് ആയിട്ട് മാറുന്നത്. Morphology studies the pattern of formation of words that combines of sound into minimal distinctive unit of meaning is called morphology. അതായത് ശബ്ദം എങ്ങനെയാണ് കൂടിച്ചേർന്ന് ഭാഷയാകുന്നത്, അതൊക്കെയാണ് ഈ ഒരു മോർഫോളജിയിൽ പഠിക്കുന്നത്. ഇനി അടുത്ത ഏതാണ്? സിൻടാക്സ്. വാട്ട് ഈസ് സിൻടാക്സ്? ഇതൊക്കെ 2 മാർക്കിന് ചോദിക്കും കേട്ടോ. സിൻടാക്സ് ഇസ് ദ ലെവൽ അറ്റ് വിച്ച് വി സ്റ്റഡി ഹൗ വേർഡ്സ് കമ്പൈൻ ടു ഫോം ഫ്രേസ്. വേർഡ്സ് എങ്ങനെയാണ് ഫ്രേസ് ആയിട്ട് മാറുന്നത്? ഫ്രേസ് കമ്പൈൻ ഇൻ ടു ഫോം ക്ലാസസ്. വേർഡ്സ് ഫ്രേസ് ആയി മാറും. പിന്നെ ഫ്രേസസ് കമ്പൈൻ ടു ഫോം ക്ലാസസ് ആൻഡ് ക്ലാസ് ജോയിൻ ടു മേക്ക് സെന്റൻസ്. അത് ഓരോ വേർഡ്സ് കൂടി ചേർന്നിട്ടാണ് ഫ്രേസ് ആയി മാറുന്നത്. അങ്ങനെ ഫ്രേസ് ഒക്കെ കൂടി സെന്റൻസ് ആകുന്നു. അപ്പോൾ അതൊക്കെയാണ് സിൻടാക്സിൽ വരുന്നത്. ഇറ്റ് മെയിൻലി സ്പീക്കിംഗ് അബൌട്ട് ദ ഗ്രാമറാണ് സിൻടാക്സിൽ മെയിനായിട്ടും വരുന്നത്. പിന്നെ എന്താണ് സെമാൻറ്റിക്സ്? വാട്ട് ഈസ് സെമാൻറ്റിക്സ്? സെമാൻറ്റിക്സ് ഡീൽസ് വിത്ത് ദ ലെവൽ ഓഫ് മീനിങ് ഇൻ ടു ലാംഗ്വേജ്. It deals with the level of meaning into language. It attempts to analyze the structure of meaning into the language. അപ്പോൾ ഡിഫൈൻ ദ ടേം ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഈ 4 പോയിന്റ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് ഉറപ്പാണ്. അതേപോലെ 2 മാർക്കിന് ഫോണോളജി എന്താണ്, മോർഫോളജി എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതിപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് ഒന്ന് എഴുതിയെടുക്കാം കേട്ടോ. അപ്പോൾ അതും നിങ്ങൾക്ക് കിട്ടി. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് മെൻ ബൈ സോഷ്യൽ ലിംഗ്വിസ്റ്റിക്സ്? വാട്ട് ഈസ് സോഷ്യൽ ലിംഗ്വിസ്റ്റിക്സ്? അപ്പോൾ ഈ 4 പോയിന്റ് എഴുതിയാൽ 2 മാർക്ക് കിട്ടും. ഈ 4 മാർക്കിനാണ് വരുന്നതെങ്കിൽ ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് എഴുതിയാൽ മതി കേട്ടോ. ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഭാഷ, ഇപ്പൊ മലയാളം തന്നെ ഓരോരോ സ്ഥലത്ത് വേറെ വേറെ ഡിഫറൻസ് ഉണ്ടായിരിക്കും അല്ലെ. ഇപ്പൊ തൃശ്ശൂർക്കാരുടെ മലയാളം ഭാഷ ആയിരിക്കില്ല കോഴിക്കോടുകാർ അല്ല, ഒരു മലയാളത്തിൽ തന്നെ ഡിഫറെന്റ് വേരിയേഷൻസ് വരും അല്ലേ. അപ്പോൾ ഒരു ഭാഷ തന്നെ ഒരു പല ജിയോഗ്രഫിക്കൽ ഏരിയയിലെ സംസാരിക്കുമ്പോൾ ഡിഫറൻസ് ഉണ്ട്. അതിനെക്കുറിച്ച് പഠിക്കുന്നതിനാണ് സോഷ്യൽ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇറ്റ് സ്റ്റഡീസ് ദ ലിംഗ്വിസ്റ്റിക്സ് വേരിയേഷൻ ഓഫ് ദ ലാംഗ്വേജ്. ഇറ്റ് ബേസിക്കലി സ്റ്റഡീസ് ദ സ്പീച്ച് ഓഫ് കമ്മ്യൂണിറ്റി ലാംഗ്വേജ്. ദേ അനലൈസ് ദ സോഷ്യൽ ഫാക്ടേഴ്സ് ദിസ് ലീഡ് ടു ഡൈവേഴ്സിറ്റി. ഇറ്റ് സ്റ്റഡീസ് ദ സ്പീച്ച് ഓഫ് കമ്മ്യൂണിറ്റി. അതായത് സംസാരിക്കുമ്പോൾ ഇങ്ങനെ വേരിയേഷൻസിനെ കുറിച്ചൊക്കെ പഠിക്കുക, ഒരു സാമൂഹികമായ കാരണങ്ങൾ അതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നതാണ് ഒരു സോഷ്യൽ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ലിംഗ്വിസ്റ്റിക്സ്
It studies the linguistics variation in the language. It basically studies the speech community of language. They analyze social factors that lead to diversity. അപ്പോൾ ഇത്രയാണ് സോഷ്യൽ ലിംഗ്വിസ്റ്റിക്സ് ചോദിച്ച് നിങ്ങൾ എഴുതേണ്ടത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വാട്ട് ഈസ് സൈക്കോ ലിംഗ്വിസ്റ്റിക്സ്? സൈക്കോ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ സൈക്കോ എന്നുള്ള ഒരു വേർഡ് കേൾക്കുമ്പോൾ നമുക്കറിയാം സൈക്കോ എന്നുള്ളത് എന്താണ്, ബ്രെയിൻ ബേസ്ഡ് ആയിട്ടുള്ള ടോപ്പിക് അല്ലേ. സൈക്കോ എന്ന് നമ്മൾ പറയില്ല അവനൊരു സൈക്കോയാണ്, അവളൊരു സൈക്കോയാന്ന് പറയാറില്ലേ. സൈക്കോ എന്ന് പറയുമ്പോൾ എന്താണ്, ബ്രെയിൻ റിലേറ്റഡ് ആയിട്ട്, അതായത് നമ്മുടെ ഭാഷ നമ്മൾ മെമ്മറൈസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് നമ്മളൊരു ഭാഷ മെമ്മറൈസ് ചെയ്യുന്നത്, അത് ആലോചിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത് പറയുന്നത്, ഇതൊക്കെയാണ് സൈക്കോ ലിംഗ്വിസ്റ്റിക്സിൽ വരുന്നത്. അതായത് ഒരു പേര് കേൾക്കുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലായില്ലേ. It is a branch of linguistics. This studies the mechanism for producing and understanding of language. They are interacted in the ways of language is stored upon the brain. അതായത് നമ്മൾ എങ്ങനെയാണ് ഒരു കാര്യം, ഒരു ഭാഷ മെമ്മറൈസ് ചെയ്യുന്നത്, പഠിക്കുന്നത്. അതിൽ മെയിനായിട്ട് പറയുന്ന ഒരു കുട്ടി ലാംഗ്വേജ് പഠിച്ചിട്ട് അത് അക്വയർ ചെയ്യുക, ലാംഗ്വേജ് അക്വസിഷൻ ആണ് ഇതിൽ പറയുന്നത്. ഒരു ഇമോഷണൽ ലാംഗ്വേജ് അക്വസിഷൻ ആണ് ഇതിൽ പറയുന്നത് കേട്ടോ. It deals with the mind such as memory, general intelligence and emotion. ആ ഒരു ഇൻ്റലിജൻസും ആ ഒരു മെമ്മറി ഇൻ്റലിജൻസും പോലെ ആ ഒരു ഇമോഷനൊക്കെയാണ് സൈക്കോ ലിംഗ്വിസ്റ്റിക്സിൽ പറയുന്നത്. ക്ലിയർ ആയില്ലേ? ഇപ്പോൾ സൈക്കോ ലിംഗ്വിസ്റ്റിക്സ് പോലെ ഫോണോളജി ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു പോയിന്റ് എന്താണ്, ഇറ്റ് ഇസ് എ ബ്രാഞ്ച് ഓഫ് ലിംഗ്വിസ്റ്റിക്സ്. അത് ആദ്യം എഴുതി വെക്കുക. അപ്പോൾ എന്താ, ആ ഒരു മാർക്ക് നമുക്ക് ഉറപ്പായി. അപ്പോൾ ആ ഒരു പോയിന്റ് അല്ലെങ്കിൽ ആ ഒരു വരി നിങ്ങൾ പഠിച്ചു വെക്കുക, അത് ഒട്ടും മറക്കരുത്. ഏത് ചോദിച്ചാലും എഴുതാൻ പറ്റുന്ന ആദ്യത്തെ വരി അതാ, ഇറ്റ് ഇസ് എ ബ്രാഞ്ച് ഓഫ് ലിംഗ്വിസ്റ്റിക്സ്. അപ്പം നല്ലപോലെ പഠിക്കുക. നെക്സ്റ്റ്, ഹു ആർ ദ മേജർ ലിംഗ്വിസ്റ്റിക്സ്? ഇത് എക്സാമിന് എങ്ങനെ വരിക, നെയിം ദ മേജർ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എക്സാമിന് ചോദിക്കുക. ഒരു 2 മാർക്കൊക്കെ ആയിട്ട് ചോദിക്കും. ഇത് ചിലപ്പോഴാണ് ചോദിക്കുള്ളൂ, അത് അധികം ഉറപ്പുള്ള ഒരു ക്വസ്റ്റൻ അല്ല. ലിയോണാർഡ് ബ്ലൂംഫീൽഡ്, നോം ചോസ്കി, റോബർട്ട് ഹാൾ, ബെസലിംഗ് ഹാരിസ്. ഇതിൽ ഏതെങ്കിലും 2 പേരെങ്കിലും പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ നോം ചോസ്കി അല്ലെങ്കിൽ റോബർട്ട് ഹാൾ, എളുപ്പമുള്ള പേരുകൾ 2 എണ്ണമെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കുക. നെക്സ്റ്റ്, വാട്ട് ഈസ് ഹിസ്റ്റോറിക്കൽ ലിംഗ്വിസ്റ്റിക്സ്? ഹിസ്റ്റോറിക്കൽ ലിംഗ്വിസ്റ്റിക്സ് എന്നുള്ള ഒരു ടേം കേൾക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ഹിസ്റ്റോറിക്കൽ എന്ന് പറയുമ്പോൾ ഹിസ്റ്ററി, അതെ, ചരിത്രപരമായി ചരിത്രം ആൻഡ് റിവല്യൂഷൻ, അതിൻ്റെ വളർച്ച, ഒരു ഡെവലപ്മെന്റ്, അതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് നമുക്ക് നോക്കാം. ഇറ്റ് ഇസ് എ ബ്രാഞ്ച് ഓഫ് ലിംഗ്വിസ്റ്റിക്സ്. നമ്മൾ ഫോണോളജിയിലൊക്കെ എഴുതിയ പോലെ തന്നെ ഇറ്റ് ഇസ് എ ബ്രാഞ്ച് ഓഫ് ലിംഗ്വിസ്റ്റിക്സ്. ആ ഒരു പോയിന്റ് നമുക്ക് കിട്ടിയിട്ടാ. ഇറ്റ് ഈസ് ആൻ എൻക്വയറി ഇൻ ടു ദ ഇവല്യൂഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ലാംഗ്വേജ് ആൻഡ് ലാംഗ്വേജ് ചേഞ്ച് ഇൻ ദ സെൻട്രൽ കോൺസേൺ. അതായത് ലാംഗ്വേജ് എങ്ങനെയാണ് ഇവല്യൂഷൻ നടന്നത്, അതുപോലെ അതിൻ്റെ ഒരു വളർച്ച, ഡെവലപ്മെന്റ്, അതൊക്കെയാണ് അതിൻ്റെ മെക്കാനിസംസ് ഒക്കെയാണ് ഇതിൽ പറയുന്നത്. Historical linguistics has contributed to the division of language familiar. This study of mechanism by which language changes and reason for change and how one language influences other. അതായത് ഇപ്പോൾ ലാംഗ്വേജ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്ത് അതിൻ്റെ റീസൺ, കാരണം, അതിൻ്റെ ഒരു മെക്കാനിസം ഓഫ് ലാംഗ്വേജ്, അതിൻ്റെ ഇൻഫ്ലുവൻസ്, അതിൻ്റെ ഇവല്യൂഷൻസ് ഒക്കെയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇതാണ് ഹിസ്റ്റോറിക്കൽ ലിംഗ്വിസ്റ്റിക്സിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ടേം ലിംഗ്വിസ്റ്റിക്സ്, ഡിഫൈൻ ലിംഗ്വിസ്റ്റിക്സ് പഠിച്ചു, സോഷ്യൽ ലിംഗ്വിസ്റ്റിക്സ് പഠിച്ചു, അതുപോലെ മേജർ ലിംഗ്വിസ്റ്റിക്സിൻ്റെ നെയിം പഠിച്ചു, പിന്നെ ഹിസ്റ്റോറിക്കൽ ലിംഗ്വിസ്റ്റിക്സ് പഠിച്ചു. അപ്പോൾ ഇത്രയും നിങ്ങൾ പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തുക. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ബാക്കി ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞാൻ ഉടനെ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും, അതിൻ്റെ ലിങ്ക് ആ പ്ലേലിസ്റ്റിൽ ഉണ്ടായിരിക്കും, പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, യൂസ്ഫുൾ ആയ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.